ഇന്ത്യൻ വംശജയായ സുനിത വില്യംസ് ഉൾപ്പെടെ 2 ബഹിരാകാശ യാത്രികർ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ കുടുങ്ങിക്കിടക്കുകയാണ് എന്നുള്ള വാർത്ത കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഏത് സമയത്തും ഇവർക്ക് തിരിച്ചു വരാനാകുമെന്നാണ് നാസയും ബോയിങ്ങും അവകാശപ്പെടുന്നത്. പലപ്പോഴും സീറോ ഗ്രാവിറ്റി എൻവയോൺമെൻറ്റിൽ ബഹിരാകാശ യാത്രികർ എങ്ങനെയാണ് അവരുടെ ദിനചര്യകൾ ചെയ്യുന്നത്, പ്രത്യേകിച്ച് പല്ല് തേക്കുന്നത് എന്നത് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാവുന്നതുപോലെ സ്പേസിൽ ഗുരുത്വാകർഷണമില്ല. അതുകൊണ്ട് തന്നെ വീട്ടിലേതുപോലെ തറയിൽ ചവിട്ടി നിൽക്കുക എന്നത് സാധ്യമല്ല. ഭാരമില്ലായ്മ അനുഭവപ്പെടുന്നതുകൊണ്ട് തന്നെ അവർ ഇതിനുള്ളിൽ ഒഴുകി നടക്കുകയായിരിക്കും. സാധാരണ നമ്മൾ വീട്ടിൽ കട്ടിലിലാണ് കിടന്നുറങ്ങാറ്. എന്നാൽ ഇവിടെ അത് സാധിക്കുകയില്ല. അതുപോലെ പല്ല് തേച്ച് കഴിഞ്ഞാൽ തുപ്പാനും കഴിയുകയില്ല. അപ്പോൾ പല്ല് തേക്കാനായി ഇവർ എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് ആയതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രമിക്കുക. ഞാൻ ഡോക്ടർ സാറ, ഡെൻ്റൽ സർജനാണ്. വെൽക്കം ടു മൈ ചാനൽ. ആദ്യം തന്നെ ബഹിരാകാശ യാത്രികർ സ്ട്രോ ഉള്ള കുടിവെള്ളത്തിൻ്റെ ബാഗിൽ നിന്ന് ടൂത്ത് ബ്രഷ് നനയ്ക്കും. സീറോ ഗ്രാവിറ്റിയിൽ വെള്ളം ഒഴുകി പോകുന്നത് തടയാൻ ടൂത്ത് ബ്രഷിൽ നിന്നുള്ള കൂടുതൽ വെള്ളം സക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അവർ സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ ബ്രഷ് ചെയ്യുന്നു. എന്നാൽ അതിനുശേഷം തുപ്പുന്നതിനായി നമ്മുടെ വീട്ടിലുള്ളതുപോലെ റണ്ണിംഗ് വാട്ടറോ സിങ്കോ ഒന്നും തന്നെ അവിടെയില്ല. പകരം വാട്ടർ ബാഗിൽ നിന്ന് വെള്ളം വായിൽ നിറച്ച് റിൻസ് ചെയ്ത് വിഴുങ്ങുകയാണ് ചെയ്യുന്നത്. അതിനാൽ പതയില്ലാത്ത, വയറ്റിലെത്തിയാലും കുഴപ്പമില്ലാത്ത എഡിബിൾ വെറൈറ്റി ടൂത്ത് പേസ്റ്റാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ പല്ല് തേച്ച് കഴിഞ്ഞു. ഇനി ടൂത്ത് ബ്രഷ് കഴുകണ്ടേ? അതിനായി അവർ എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കാം. അവർ പിന്നെയും വാട്ടർ ബാഗിൽ നിന്ന് വെള്ളം ടൂത്ത് ബ്രഷിൽ നനച്ച് ആ വെള്ളവും സക്ക് ചെയ്തതിന് ശേഷം ഉണക്കി ഹൈജീൻ കിറ്റിൽ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ബഹിരാകാശ യാത്രികർക്ക് പല്ല് തേക്കാൻ കഴിയുന്നത്. അടുത്ത പ്രാവശ്യം നിങ്ങൾ പല്ല് തേക്കുമ്പോൾ ബഹിരാകാശ യാത്രികർ ചെയ്യുന്നത് പോലെ ചെയ്തു നോക്കുക. അപ്പോൾ നിങ്ങൾ ഗുരുത്വാകർഷണത്തിനോട് നന്ദി പറയേണ്ടി വരും.